ശ്രീ നന്ദുവിലേക്കാണ് പോകുന്നത്. ശ്രീ നന്ദു, ഈ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന കുട്ടി മേഹറുടെ തലയിലേക്ക് ഈ കോർപ്പറേഷൻ ഭരണം നഷ്ടമായതിന്റെ ഉത്തരവാദിത്വം പങ്കുവെക്കാനാണ്, അവരുടെ തലയിലേക്ക് ഇട്ടുകൊണ്ട് രക്ഷപ്പെടാനാണ് CPM ശ്രമിക്കുന്നത്. ആര്യ രാജേന്ദ്രന് കൃത്യമായ പങ്കുണ്ട് ഈ പരാജയത്തിൽ. പക്ഷേ അപ്പോൾ പോലും ആര്യ രാജേന്ദ്രനെ നിയന്ത്രിച്ചിരുന്നത് CPM നേതൃത്വമാണ് എന്ന വസ്തുത നമ്മൾ മറന്നുകൂടല്ലോ. എഴുത്തിക്കൊണ്ട് പറയുകയല്ല, ഇതൊരു ഫ്രൈസായിട്ട് എടുത്താൽ മതി. നമ്മൾ ഈ ചില പാവകളുണ്ടല്ലോ, ആ പാവകൾക്കെല്ലാം കീ കൊടുത്തു കഴിഞ്ഞാൽ ആ പാവകൾ നമ്മുടെ മുന്നിൽ വന്ന് കൊട്ടും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തലയൊക്കെ ആട്ടിയിട്ട് ഡാൻസ് ചെയ്യും, ഇങ്ങനെയൊക്കെ ചെയ്യും. അതുപോലെയായിരുന്നു തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി കീ കൊടുത്തു കഴിഞ്ഞാൽ CPMൻ്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി കൊടുക്കുന്ന കീക്ക് അനുസരിച്ച് തലയാട്ടുകയും പാടുകയും ഒക്കെ ചെയ്യുന്ന ഒരു ചെറിയ പാവയായിരുന്നു ഈ പറയുന്ന ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ തലയിൽ കെട്ടിയേൽപ്പിച്ച ഈ പറയുന്ന മേയറായിരുന്ന ആര്യ രാജേന്ദ്രൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് എൻ്റെ സംശയം, ഈ കീ കൊടുത്ത കൈകൾ കുറ്റക്കാരല്ലേ? ഈ കീ കൊടുത്ത കൈകളൊക്കെ നിഷ്പക്ഷരാണോ, അല്ലെങ്കിൽ അവരെല്ലാം പാവങ്ങളാണോ? അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ സലീം മടവൂർ അദ്ദേഹം പറയുന്നത് കേട്ടതൊന്നും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് കേട്ടാൽ തോന്നും ഞങ്ങൾ ആരാണ്ടൊക്കെ ഇവിടുത്തെ സാധാരണക്കാരനും പാവപ്പെട്ട ഈ വോട്ടർമാരെല്ലാവരും കൂടി ചെന്ന് ഈ ശബരിമലയിലെ സ്വർണ്ണമൊക്കെ കട്ടുകൊണ്ട് പോയിട്ട് അതെല്ലാം CPMൻ്റെ തലയിലേക്ക് വെച്ചിടണം. ആരാണ് പത്മകുമാർ? ആ ചോദ്യം കേരളത്തിലെ പൊതുസമൂഹം ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ. കോന്നി MLA ആയിരുന്ന CPMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്ന ഈ പറയുന്ന പത്മകുമാർ ഇത്തരത്തിലുള്ള ഒരു കള്ളത്തരത്തിന് നേതൃത്വം കൊടുത്തു എന്ന് തെളിവ് സഹിതം പിടിക്കപ്പെട്ട് അകത്ത് കിടക്കുമ്പോൾ അയാളെ ഒന്ന് തള്ളിപ്പറയാൻ, അയാളെ ഒന്ന് പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്താൻ, താൻ കാണിച്ചത് ശുദ്ധ തെണ്ടിത്തരമാണ്, മാറി നിൽക്കണം എന്ന് പറയാനുള്ള മര്യാദ പോലും കാട്ടാത്ത CPM ആണോ? ഈ CPMനെ കുറിച്ചാണോ സലീം മടവൂർ പറയുന്നത്? ആരാണ് നിങ്ങളുടെ പേരിൽ ഇതൊക്കെ ആരോപിച്ചത്? ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല. SIT കണ്ടെത്തിയ പ്രതികളാണ് ഈ പറയുന്ന മുരാരി ബാബു ആയാലും വാസു ആയാലും ഈ പറയുന്ന വാസവൻ മന്ത്രിയുടെയും കടകംപള്ളി സുരേന്ദ്രൻ്റെയും ഒക്കെ പേരുകൾ പറഞ്ഞത് SITയുടെ മുന്നിലാണ്, ഞങ്ങളുടെ മുന്നിലല്ല. അപ്പോൾ നിങ്ങളുടെ പാർട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നണിയിലെ പ്രധാനപ്പെട്ട പാർട്ടിക്കും നിങ്ങളുടെ മുന്നണിക്കും കൃത്യമായി ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട് എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ പറഞ്ഞത് പിണറായി വിജയൻ്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിലുള്ള പോലീസും അതിൻ്റെ സംവിധാനങ്ങളുമാണ്. അപ്പോൾ അത് പറഞ്ഞതിന് എന്തിനാണ് ഞങ്ങളുടെ പേരിലേക്ക് വരുന്നത്? ഇപ്പോൾ വേറൊരു പുതിയ തമാശ, അല്ലെങ്കിൽ വേറൊരു ഗൗരവപരമായിട്ട് ഒരു പൊതുപ്രവർത്തകൻ്റെ വായിൽ നിന്ന് ഒരിക്കലും വരാൻ പാടില്ലാത്ത, അതുപോലെ തന്നെ ഒരു നിയമസഭാ അംഗം എന്നുള്ള നിലയിൽ ഒരിക്കലും വരാൻ പാടില്ലാത്ത വാക്കുകളാണ് ശ്രീ MM മണിയുടെ വായിൽ നിന്ന് വന്നത്. ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് നോക്കൂ എത്രത്തോളം അസഹിഷ്ണുതയുടെ പരകോടിയിലാണ് ഈ പറയുന്ന CPM എന്ന് പറയുന്ന സംവിധാനവും അതിൻ്റെ നേതാക്കന്മാരും. കേരളത്തിനകത്ത് ഒരു നഗരസഭ കൈവിട്ടു പോകുമ്പോൾ, കേരളത്തിനകത്ത് അവരുടെ അധികാര സോപാനങ്ങളിൽ ഒരു പോറലേൽക്കുമ്പോൾ ആ പോറൽ പോലും ജനങ്ങൾ എന്തുകൊണ്ട് തന്നു എന്നുള്ളതിനെക്കുറിച്ച് പോസിറ്റീവായി ചിന്തിക്കാതെ അതിനെയൊക്കെ നിങ്ങൾ ക്ഷേമ പെൻഷൻ വാങ്ങിക്കൊണ്ട് പോയിട്ട് തിരിച്ചു പണിതു എന്ന്